റൺവേയിൽ നിന്നും പറന്നുയർന്ന വിമാനം അതിൻ്റെ കൃത്യമായ ഉയരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ താഴേക്ക് പതിക്കുന്നു, അത് വീണ്ടും തകർന്നു വീഴുന്നു എന്നതാണ് ആ ദൃശ്യങ്ങൾ സംഭവിക്കുന്നത്. നേരത്തെ പറന്നുയരുന്നതിനിടയിൽ ഒരു വൃക്ഷത്തിൻ്റെ കമ്പിൽ തട്ടി ഇതിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ വിമാനം ഒരു കാര്യം വ്യക്തമാണ്, റൺവേയിൽ നിന്നും പറന്നുയരേണ്ട വിമാനം പിന്നീട് ആ ഉയരങ്ങളിലേക്ക് പോയിട്ടില്ല, അത് പിന്നീട് താഴ്ന്നു പറക്കുകയാണ് ഉണ്ടായത്. അതെന്ത് സംഭവിച്ചു? യന്ത്ര തകരാറായിരുന്നോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നോ? അങ്ങനെ സംശയകരമായ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് വളരെ വ്യക്തമാവുന്ന ദൃശ്യമാണ്. പ്രദേശത്തെ മറ്റൊരു കെട്ടിടത്തിന് മുകളിൽ നിന്നും പകർത്തിയ ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുന്നത്. പ്രദേശവാസിയായ ഒരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് 18 ആ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിടുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അപകടം സംഭവിച്ചിരിക്കാം എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സജിത്ത്, ഈ വിമാനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല ഈ അപകടം സംഭവിച്ച തൊട്ടു പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. നിരവധി ആളുകളെ, പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അതോ എന്താണ് അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള അപായം സംഭവിച്ചിരിക്കാം. അത്തരം സാധ്യതകൾ എന്താണ്? അവരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ സജിത്ത്? അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ടോം, ഇതാ അപകടത്തിൻ്റെ പുതിയ ദൃശ്യങ്ങൾ കൂടി വരുന്നു. വിമാനം ഫ്ലൈറ്റ് തകർന്ന് കിടക്കുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. കാരണം 8000-ലധികം മീറ്റർ ഉയരത്തിൽ നിന്നും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യപ്പെടുമ്പോൾ പൊട്ടി തകർന്ന് വീണ് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇതിൽ വ്യക്തമാവേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി അടക്കം ഈ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചിരുന്നു എന്ന ചില റൂമറുകളുണ്ട്. ഗുജറാത്തിലെ ചില പ്രാദേശിക ചാനലുകൾ അത് വാർത്തയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണമില്ല. പക്ഷേ അങ്ങനെ ചില റൂമറുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു കാര്യം ഉണ്ടാവേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, സമീപത്തെ ജനവാസ മേഖലയിലേക്ക്, കെട്ടിടങ്ങളുടെ മുകളിലേക്കാണ് ഈ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ദൃശ്യങ്ങളിലും അത് വ്യക്തമാണ്. ഒരുപക്ഷെ ഈ മൊബൈൽ ചിത്രീകരിച്ചപ്പോൾ ഒരുപക്ഷെ ഈ ലാൻഡിംഗ് സമയത്ത് തന്നെ ചില അസ്വാഭാവികതകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ, അത്തരമെന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ എന്നതും കൂടി വ്യക്തമാവേണ്ട കാര്യമുണ്ട്. എന്തായാലും അത് വ്യക്തമാക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു വലിയ അപകടമാണ്. നമുക്കറിയാം, ഇത്ര വലിയ അപകടത്തിൽ സ്വാഭാവികമായും അതിൻ്റെ നാശനഷ്ടങ്ങളും ഏറിയിരിക്കും. വലിയ ക്ലേശകരമായ വാർത്തയായിരിക്കാം ഒരു പക്ഷേ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. 242 പേർ, ക്രൂ മെമ്പേഴ്സ് അടക്കം 242 പേർ സഞ്ചരിച്ചത് വിമാനമാണ് 8000 അടി മുകളിൽ നിന്നും താഴേക്ക് വീണ് ജനവാസ മേഖലയിലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീണ് പൊട്ടിത്തകർന്ന് തീഗോളമായി മാറിയത് സംഭവിച്ചത്. അതിൻ്റെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ടെങ്കിലും നമുക്കറിയാം, ഒരു പക്ഷേ നമ്മളെ കാത്തിരിക്കുന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന കണക്കാവാം. രാജ്യം ഏറെ ആശങ്കയോടെ കൂടി തന്നെയാണ് ഇത് കാണുന്നത്. ഫ്ലൈറ്റ് റഡാറിലടക്കം ഇതിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ, ഫ്ലൈറ്റിൻ്റെ നീക്കങ്ങളടക്കം വ്യക്തമായിട്ടുണ്ട്. അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങളടക്കം മാറ്റുന്ന ദൃശ്യങ്ങളും വരുന്നുണ്ട്. മരണസംഖ്യ ഉയരും എന്ന് തന്നെ നമുക്ക് പ്രാഥമിക സൂചനയായി പങ്കുവയ്ക്കാം. കാരണം അത്ര വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് സജിത്ത് സൂചിപ്പിച്ചതുപോലെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായി, വിമാന അപകടമായി അഹമ്മദാബാദ് വിമാനാപകടം മാറുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 242 പേർ വിമാനത്തിലുണ്ടായിരുന്നു. അതിൽ 12 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 230 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സജിത്ത്, കേന്ദ്ര വ്യോമയാന മന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി വിമാനത്തിലുണ്ടായിരുന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തു വന്നതാണ്. ആരൊക്കെയാണ് ഈ യാത്രക്കാരുടെ പട്ടിക, യാത്രക്കാരാരൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, കൂടുതൽ VIP-കൾ വാഹനത്തിലുണ്ടായിരുന്നോ, ഈ വിമാനത്തിലുണ്ടായിരുന്നോ സജിത്ത്? തീർച്ചയായും അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റുപാണി അടക്കം ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. അത് ഗുജറാത്തിലെ ചില
ചാനലുകളടക്കം പ്രാദേശിക ചാനലടക്കം മാധ്യമങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്ര ബുക്ക് ചെയ്തിരുന്നത് ഇതേ ഫ്ലൈറ്റിലായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അദ്ദേഹം ഇതിൽ ഉണ്ടായിരുന്നോ, ഇതിൽ തന്നെയാണോ യാത്ര ചെയ്തിരുന്നത്, അതോ മറ്റൊരു ഫ്ലൈറ്റിലായിരുന്നോ, അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും അത്തരമൊരു സ്ഥിരീകരണം നമുക്ക് കൊടുക്കാൻ പൂർണ്ണമായിട്ടില്ല. പക്ഷേ അഭ്യൂഹങ്ങളുണ്ട്, അത് സംബന്ധിച്ച് സ്ഥിരീകരണം പുറത്തു വരേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, രാജ്യം വലിയ ഞെട്ടലിലാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പല സംശയങ്ങളും സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം. രാജ്യം നമുക്കറിയാം, പെഹൽഗാം പോലെ ഉള്ള സംഭവങ്ങൾ, തന്ത്രപരമായ സാഹചര്യങ്ങളെയൊക്കെ നേരിട്ട് രാജ്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ഈ വിമാന അപകടം ഉണ്ടാകുമ്പോൾ മറ്റെന്തെങ്കിലും സാധ്യതയാണോ, അതല്ലെങ്കിൽ യന്ത്ര തകരാറാണോ, സ്വാഭാവിക അപകടമാണോ സംഭവിച്ചത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകും. വിമാന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സംവിധാനങ്ങൾ പുതിയ ലോക സാഹചര്യങ്ങളിൽ പരമാവധി വിമാന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളുമുണ്ട്. ഇന്ത്യ ആ രീതിയിലേറെ മുന്നോട്ട് പോയ രാജ്യം കൂടിയാണ്. നമുക്ക് മുന്നിൽ മുമ്പും ചില അനുഭവങ്ങളുണ്ട്. സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ഇത് പറക്കലിനിടെ സംഭവിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായി പറയുക വയ്യതാനും. കാരണം എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പിന്നീട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ അപകടം സംഭവിച്ചു എന്നത് ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ സംഭവിച്ചത് എന്ത് എന്ന ചോദ്യം കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട്. രാകേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാകേഷ്, പുതിയ വിവരങ്ങളുണ്ടോ? വിജയ് രൂപാണിയുടെ കാര്യത്തിൽ സ്ഥിരീകരണങ്ങളൊന്നും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സജിത്ത്, പുതിയ വിവരങ്ങൾ വരുന്നത് DGCAയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതായത് വിമാനത്തിന്റെ പൈലറ്റ് ആര് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെ, എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വിശദീകരണമാണ് ഇപ്പോൾ DGCA നൽകുന്നത്. അതായത് 1:39 ഈ വിമാനം പറന്നു വരുന്നത്, റൺവേ 23 അഹമ്മദാബാദ് എയർപോർട്ടിന്റെ റൺവേ 23 പറന്നു വരുന്നത് എന്നാണ് ഇപ്പോൾ DGCA അറിയിച്ചിരിക്കുന്നത്. ഇത് ആ ഘട്ടത്തിൽ ഒരു മെയ്ഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് വിമാനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. സാധാരണ ഇത്തരത്തിൽ മെയ്ഡേ കോൾ ഒക്കെ തന്നെ ലഭിക്കാറുള്ളത് അടിയന്തര സാഹചര്യങ്ങളിലാണ് അത്തരമൊരു കോൾ ലഭിക്കാറുള്ളത്. അത്തരമൊരു കോൾ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂം അറിയിക്കുന്നത്. പക്ഷേ അതിനുശേഷം വിമാനത്തിന് ഒരു പ്രതികരണം ഉണ്ടായില്ല, അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നുകൂടി എയർ ട്രാഫിക് കൺട്രോൾ റൂം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പറന്നു ഉടൻ തന്നെ വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണു എന്നുകൂടിയാണ് ഇപ്പോൾ DGCA അറിയിച്ചിരിക്കുന്നത്. ഇതിനെ കമാൻഡ് ചെയ്തിരുന്നത് ക്യാപ്റ്റൻ സുമിത് സബർവാളാണ്. ഇത്തരത്തിൽ ഏതാണ്ട് 8200 മണിക്കൂർ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ DGCA വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. കോ പൈലറ്റിനും ഇത്തരത്തിൽ 1100 മണിക്കൂറിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുകൂടി DGCA വാർത്താക്കുറിപ്പിൽ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും 1:39 ഇത്തരത്തിൽ വിമാനം പറന്നു വരുന്നത് എന്നാണ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിനെ അധികരിച്ചുകൊണ്ട് ഇപ്പോൾ DGCA ഏതായാലും പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് 1:45 തന്നെ ഈ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് 1:17 അപകടം സംഭവിച്ചു എന്നാണ് വിവരങ്ങൾ. പക്ഷേ DGCA പറഞ്ഞിരിക്കുന്നത് 1:39 ഈ വിമാനം പറന്നു വരുന്നു എന്നാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ DGCA അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വ്യോമയാന മന്ത്രി കൂടി ഈ ഘട്ടത്തിൽ രാംമോഹൻ നായിഡുവിൻ്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അത് സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നു എന്നാണ് ഇപ്പോൾ രാംമോഹൻ നായിഡു പ്രതികരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നേരിട്ട് അവിടെ അഹമ്മദാബാദിലേക്ക് എത്തും, അല്പസമയത്ത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കുമെന്ന പ്രതികരണം കൂടി ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എയർ ഇന്ത്യയും ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്ന കാര്യം, എയർ ഇന്ത്യ 171 വിമാനം ലണ്ടനിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മിനിറ്റുകളിൽ പങ്കുവെക്കാം എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും തീ ആളിക്കത്തുന്നുണ്ട്, പുക ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ സേനകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടുണ്ട്. ഇപ്പോൾ NDRFന്റെ ഏതാണ്ട് 90 അംഗ സേനയെ അവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഫയർഫോഴ്സ് അവിടെയുണ്ട്, പോലീസുണ്ട്. അങ്ങനെ കൂടുതൽ സേനകൾ എത്തിക്കൊണ്ട് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുക, അവരെ ആശുപത്രിയിലേക്ക് എത്തുക എന്ന ദൗത്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നാട്ടുകാരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ വിജയ് രൂപാണി ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി എടുത്ത ടിക്കറ്റ് അടക്കം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ വിമാനത്തിൽ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒരുപക്ഷേ പ്രേക്ഷകർക്ക് കൂടി അത് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ആ തരത്തിൽ അതിൻ്റെ ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട്. അതായത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയിൽ തന്നെയായിരുന്നു അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നത്. ടെർമിനൽ 2-ൽ നിന്നും അദ്ദേഹം ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രേക്ഷകർ കാണുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ്.
വിജയ് റൂപാണി, അതിൻ്റെ മുകളിൽ തന്നെ പാസഞ്ചറുടെ നെയിം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റൂപാണി വിജയ് രാംനിക്കൽ MR എന്ന്